എന്നോട് ക്ഷമിക്കും മോളെ. ഈ കൊട്ടാരവും ഈ കുടുംബവും എനിക്ക് എത്രത്തോളം സ്വന്തമാണോ അത്രത്തോളം നിനക്കുമാണ്. സമീർ, നീയും വന്ന് മാപ്പ് ചോദിക്കൂ. സോറി. എന്താ പറഞ്ഞേ? എനിക്കെന്തോ ശരിക്കും കേട്ടില്ല. ഐ സെഡ് ഐ ആം സോറി. സോറി ഫോർ വാട്ട്? സോറി എന്താണെന്ന് വെച്ചാൽ നിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും നിന്നെ ഇത്രയും വിഷമിപ്പിച്ചതിനും സോറി. ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി ഞാൻ നിന്നോട് താങ്ക് യു ആണ് പറയേണ്ടത്. നീ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും മനസ്സിലാവില്ലായിരുന്നു എന്റെ പപ്പയ്ക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്. ശരി, ഇനിയിപ്പോ എല്ലാം ശരിയായി കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പോ ഈ ബോർഡിങ്ങിന്റെ പേപ്പേഴ്സ് അത് എന്റെ കയ്യിൽ തന്നേക്കൂ. കാരണം ഞാനിതിപ്പോ ഇവിടെ നിന്ന് നേരെ എടുത്തിട്ട് കൊണ്ടുപോയി കീറിക്കളയാൻ പോവാ. നമ്മുടെ റോജ ഇനി നമ്മുടെ കൂടെയില്ലേ നിൽക്കാൻ പോകുന്നേ. വരൂ. ശരൺ ഒരു പക്ഷെ ഇതൊന്നും അറിയില്ലായിരിക്കും. വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന എത്ര ഗാഠമായ നിറമാണെങ്കിലും അതിനെ വേർതിരിച്ചെടുക്കാനാകും. അതിനായി ആവശ്യമുള്ളത് ആകെ ഒരേ ഒരു തുള്ളിയാണ്. ആ വൃത്തികെട്ട ശരൺ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കി കളഞ്ഞു. അതിനു പകരമായി അവന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം ഞാൻ ഇല്ലാതാക്കും. ഇട മറ്റുള്ളവരുടെ ജീവിതമൊക്കെ ഇരുട്ടാകുന്നതിനെ പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇപ്പൊ നമ്മുടെ ജീവിതം ഇരുട്ടിലാകാൻ പോവാ. അതിനെപ്പറ്റി ചിന്തിക്കാൻ നോക്ക്. അതിനെന്താ പറ്റിയതച്ചാ? മദ്യ ഫാക്ടറിയുടെ പേപ്പർ എല്ലാം തന്നെ ശരണ്ന്റെ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, എല്ലാം നശിപ്പിച്ചല്ലോ. എന്താ ഈ കാണിച്ചത്? ഇവിടെ ചെല്ലുന്നതെല്ലാം പ്രശ്നമാ. അഥവാ ആ ശരൺ ആ പേപ്പർ എങ്ങാനും കണ്ടാലുണ്ടല്ലോ, പിന്നെ നമ്മളെല്ലാം ഇവിടുന്ന് ഇല്ല, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം അത് ഒരിക്കലും സംഭവിക്കില്ല. അല്ല, നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്ക? എന്തു പറ്റി? വാ, എന്റെ കൂടെ വാ. നിങ്ങൾ എന്തിനാ എന്നെ കൂടെ സോറി പറയിപ്പിച്ചേ? എനിക്കറിയാം എന്റെ പുന്നാര മകൻ ദേഷ്യത്തിലാണെന്ന്. കുറച്ച് ക്ഷമയോടെ ഇരിക്കെ. നീ ഇപ്പൊ അവളോട് വായ കൊണ്ട് മാത്രം സോറി പറഞ്ഞത്. ഞാൻ അവളെ കൊണ്ട് നിന്റെ മുന്നിൽ വെച്ച് കൈയും കാലും പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കും. പക്ഷെ ആന്റി, ഇതിന്റെ കറുത്ത് എന്താണ്? ആദ്യം ആന്റി എന്നോട് പറഞ്ഞു അവളുടെ അടുത്ത് പോയി എല്ലാ സത്യവും പറയാൻ. പിന്നെ ആ സത്യം പറഞ്ഞത് വേണ്ടി അവളുടെ അടുത്ത് തന്നെ എന്നെ കൊണ്ട് സോറിയും പറയിപ്പിച്ചു. രാജതന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത്. രാജതന്ത്രത്തിൽ അഗ്രഗണ്യനായിട്ടുള്ളവനുണ്ടല്ലോ, രാജ്യം ഭരിക്കുന്നത് അവനായിരിക്കും. എന്തായാലും ഈ കൊട്ടാരത്തിൽ തൽക്കാലം ആ ശരണ്ന്റെ രാജഭരണമാണല്ലോ നടക്കുന്നത്. പക്ഷെ സ്കൂളിൽ
സ്കൂളിൽ ആരുടെ ഭരണമാ നടക്കുന്നത്? ആ, നിന്റേതല്ലേ? അപ്പൊ ചെല്ല്, ആ റോജയ്ക്ക് അവൾ ആരാണെന്ന് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കണം. ഹേയ് റോജ, ഇത്രയും നല്ല കാറുള്ളപ്പോ എന്തിനാണ് ഇവിടുത്തെ സൈക്കിളിൽ നീ പോകുന്നേ? ദേ നോക്ക്, എത്രമാത്രം വേർത്തിട്ടുണ്ടെന്ന്. വിയർപ്പല്ലേ ഇത് ചുമ്മാ പപ്പ? ഇരുന്നേ. ആ, മച്ച് ബെറ്റർ. പപ്പ, എന്റെ ഫസ്റ്റ് ഓഫ് സ്കൂളിലേക്ക് ഞാൻ ഈ സൈക്കിളിലാണ് വരേണ്ടെന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം പപ്പയല്ലേ എനിക്ക് ഈ സൈക്കിള് ഗിഫ്റ്റ് തന്നെ. ഞാൻ ചെന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. അവയ്ക്കെന്റെ കണ്ണുകളാണെങ്കിൽ റോജ, നീയാണ് എന്റെ ഹൃദയം, എന്റെ മനസ്സ്. ഒരുപക്ഷെ എന്റെ മകളെ എന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പിരിക്കുകയാണെങ്കിൽ അതെന്റെ ജീവനും എന്റെ ഹൃദയത്തുടുപ്പ് നിർത്തുന്നത് പോലെയാണ്. നീ ഇതിൽ സൈൻ ചെയ്യാതാണല്ലോ വിട്ടത്. ഇന്നാ സൈൻ ചെയ്യ. ശരി. പപ്പ, ഇത് പപ്പയുടെ സ്കൂളല്ലേ? യെസ് റോജ, ദേ നോക്ക്, പുതിയ നാടാ, പുതിയ മനുഷ്യരാ, പുതിയ സ്കൂൾ. നിനക്ക് പിന്നെ പുതിയ ഫ്രണ്ട്സിനെയും കിട്ടുവിടുന്ന അല്ലേ? എനിക്കറിയാം എന്റെ മോള് കുറച്ച് നെർവസ് ആണെന്ന്. ഈ പുതിയ സ്ഥലത്ത് എന്റെ മോള് റോജ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവരുമെന്ന് ഈ അച്ഛൻ അറിയാം. സോ നീ ഈ പുതിയ തുടക്കത്തിന് റെഡിയാണോ? ദാറ്റ്സ് മൈ ഗേൾ. ഈ പാർക്കിങ്ങിന്റെ അവിടെ ഇവരുടെ ഈ സൈക്കിൾ എന്തിനാ കൊണ്ട് വെച്ചേക്കുന്നേ? ഓക്കെ പപ്പ, ബൈ. റോജ നിക്ക്. എന്താ ഇത്? ടിറ്റു, അവിടെ ഇരിക്കുന്ന സൈക്കിൾ ആരുടെയാ? ബ്രോ, വീർഗഡിന്റെ വരുംകാല മഹാറാണിയാണ് ആ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ നമുക്ക് എങ്ങനെ പകരം ചോദിക്കാൻ കഴിയാ? അദ്ദേഹമൊക്കെ രാജാവായിരിക്കും, അത് അവിടെ വീട്ടില്. ഇത് സ്കൂളാ, ഇവിടെ നമ്മളാണ് ഇവിടുത്തെ മാസ്. ഇവിടെ രാജാവ് വന്ന് എന്തെടുക്കാനാ? നമ്മുടേത്. എപ്പോഴും നിന്റെ ഷൂലേസ് കിട്ടാനായിട്ട് നീ മറക്കുക. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ താഴെ നീ വിടാലോ. എന്നെ നോക്കാൻ എന്റെ ഈ പപ്പയുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, ഒരു നിഴല് പോലെ. ക്ലാസ്സിൽ ലേറ്റ് ആവുന്നുണ്ട്, നീ പൊക്ക. ശരി പപ്പ. നിന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ലെങ്കിൽ നീ വീണ്ടും വായിച്ച എന്നെ വീണ്ടും വായിക്കാറില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വായിച്ചെന്നോ? ആ, നീ ഇത് വായിച്ചല്ലേ? ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. മറന്നുപോയെന്ന് തോന്നുന്നു. മറക്കാൻ പാടില്ല, തെറ്റ് വീണ്ടും ചെയ്യരുത്. പക്ഷെ അതിപ്പോ നിനക്ക് ശീലമായി കഴിഞ്ഞു. എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിനക്കറിയോ? രാജകുടുംബങ്ങളുടെ പേരെഴുതിയ പലകയിൽ കുടുംബാംഗങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാകാവൂ. ശരൺ നിന്നെക്കുറിച്ച് ഓർക്കാതെ അവന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചു പോയവനാണ്. ഇപ്പോഴും അത്, നാളെയും അത് സംഭവിക്കും.
റോജ സിംഗ് രജാവത്. പക്ഷെ ഒരു കാര്യം നീ മറക്കാൻ പാടില്ല, നിന്റെ സ്വന്തം മകൻ ഒരു ചെറിയ ചെറിയ തെറ്റ് ചെയ്തു. നീ എന്താണ് ചെയ്തത്? അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇതൊന്ന് പിടിച്ചേ. സമീർ, സമീർ, സമീർ ഒരു മിനിറ്റ് നിക്കേ. ഇപ്പൊ സമീർ ചേട്ടൻ എന്താ പറ്റിയത്? സമീർ ഏട്ടൻ അവന്റെ ബൈക്കിനെയല്ല, അവന്റെ ദേഷ്യാണ് റേസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവനെ ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. ഇനിയാണ് തമാശ ആരംഭിക്കാൻ പോകുന്നത്. നിനക്കറിയാം റോയൽ ഫാമിലിയുടെ നിയമങ്ങൾ എന്താന്ന്? അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു റോയൽറ്റി ഉണ്ടാവും. അതുപോലെ ഈ സൈക്കിൾ നിന്നെപ്പോലെ തന്നെ വെറും കച്ചറയാ. ഈ കച്ചവട സാധനങ്ങൾക്ക് ഡസ്റ്റ്ബിന്നിലാണ് ഇടേണ്ടത്, അല്ല റോയൽ പാർക്കിങ്ങിലല്ല. മനസ്സിലായോ? സമീർ, നീ വീണ്ടും തുടങ്ങിയോ? എന്തുരി അതിന് ഞാൻ എപ്പോഴും നിർത്തി. അതുപോലെ തന്നെ ഇത് നിന്റെ അച്ഛൻ്റെ സോ കോൾഡ് റോയൽ പാലസ് അല്ല, ഞങ്ങളുടെ രക്തമാ. എവിടെ ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ നിനക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. കാരണം അറിയോ, നിന്റെ സിരകളിൽ ഓടുന്നത് റോയൽ ബ്ലഡ് അല്ല. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രൈഡിന് വേണ്ടി എപ്പോഴോ നീ ഈ സ്ഥലം വിട്ട് ഓടിപ്പോയേനെ. എന്താണ് ഇത് എന്റെ ഫയൽ. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പൊ തൊട്ട് ഇത് എന്റെയാ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്കൂൾ പരിസരത്തും അതുപോലെ പൊതുസ്ഥലങ്ങളിലും വെച്ച് ഇത് വലിക്കരുത്. ബട്ട് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. കാരണം നിന്റെ അച്ഛൻ ഒരുപക്ഷെ നിനക്കിതൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ആൻഡ് യു നോ വാട്ട്, ആരുടെ കയ്യിൽ പവർ ഉണ്ടോ അവർക്കതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യകതയില്ല. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നീ ഇപ്പൊ കാണിക്കുന്ന ഒന്നും പവർ യൂസ് ചെയ്യുന്നതല്ല. ഇതിനെ വിളിക്കുന്നത് ബുള്ളിംഗ് എന്നാ. എനിക്ക് ശരണിനെ പൂർണ്ണ വിശ്വാസമാണ്. അവൻ ആ കുട്ടിക്ക് എല്ലാ നിയമങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. വിശ്വാസമോ? വിശ്വാസം എന്ന കാര്യം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇനി രാജാവായിട്ട് ശരൺ മാറുകയാണെങ്കിൽ പിന്നെ എങ്ങനെ അവൻ നിന്റെ വാക്കനുസരിക്കും? എന്ത് നടക്കുമെന്ന് ആർക്കറിയാം? ഒരു പക്ഷെ അവൻ അവന്റെ അമ്മയ്ക്ക് പകരം ആ പെണ്ണിനെ ശരൺ ബണ്ണയ്ക്ക് തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അറിയാം. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല. നോക്ക്, ഈ ശബ്ദം എന്റെ കാതിൽ മാത്രം കേട്ടാ പോരാ, അത് മനസ്സിലാക്കേണ്ടത് നീയാണ്. ശരിയല്ലേ രാജ്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷേ എനിക്ക് കടമകളും ഉത്തരവാദിത്വങ്ങളും കൂടുതലായതുകൊണ്ടായിരിക്കാം.
എന്റെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിലൊക്കെ ശരണ്ന്റെ കയ്യൊപ്പ് വാങ്ങിച്ചോളൂ. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വിശ്രമിക്കാമല്ലോ. വാങ്ങിച്ചോളൂ. വേണ്ട, ഇതെന്റെ അടുക്കലിരിക്കട്ടെ. ആദ്യത്തെ തവണയല്ലേ, ഞാൻ അവനെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് സൈൻ ചെയ്യാൻ പറയാം. രാജ് പറയുന്നത് കേക്ക്. ഷെടാ, ഞാൻ തീ വെക്കാൻ നോക്കിയത് എവിടെയാണ്, കത്തുന്നത് പക്ഷെ എവിടെയാണ്? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മോഹിനി, ഇനി ഞാൻ പറയാം, നീ കേൾക്ക്. യു നോ വാട്ട്, നിന്റെ ഈഗോ എങ്ങനെയാണെന്നറിയോ? നിന്റെ ബൈക്കിന്റെ ടയർ പോലെയാ, ഫുള്ള് കാറ്റുണ്ടാവും. വെയിറ്റ്. കണ്ടോ, കാറ്റ് പോയി. ഒരാൾക്ക് സ്വന്തമായത് എന്തോ അത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇത് നിന്റെതാ. നിന്റെ അവകാശത്തിന് വേണ്ടി നീ തന്നെ പോരാടണം. അതിങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇനിയിപ്പോ എന്താ? ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ചലഞ്ച് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ശക്തി നിന്നെ നന്നായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ പതുക്കെ പതുക്കെ നിന്നെ കൊല്ലുന്നൊരു സുഖമല്ലേ. സോ അടുത്ത പ്രാവശ്യം നോക്കിക്കൊണ്ടൊക്കെ വാ. കാരണം ഇനി നിന്റെ ഷൂലേസ് എങ്ങാനും അഴിഞ്ഞു പോയാൽ ഈ പറയുന്ന നിന്റെ അച്ഛൻ പോലും ഇവിടെ വന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ല. മനസ്സിലായോ? സായി നബി. ശരൺ ബണ്ണ, എന്താ അമ്മായി? ഞാൻ നിന്നെ കാണാനാണ് വന്നത്. എന്താ കാര്യമായി പറയ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇനി മുതൽ നിനക്കാണ് നമ്മുടെ കുടുംബവും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കാനുള്ള ചുമതല. അപ്പോഴേക്ക് എന്തിനാ എത്ര ധൃതി അമ്മായി? എനിക്ക് പഠിക്കാനായിട്ട് ഇനി ഒരുപാടുണ്ട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ എനിക്കറിയാം നീ നിന്റെ ചുമതല എങ്ങനെ നിറവേറ്റുമെന്നുള്ളത്. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ചുമതലയുടെ തുടക്കം ഇന്ന് ഇതിൽ നിന്നും ആകട്ടെ മോനെ. ഹായ് ഹായ്, എനിക്ക് എന്റെ കണ്ണ് കിട്ടാതിരുന്നാ മതി. ഗംഭീരം, വളരെ നന്നായിട്ടുണ്ട്. ചേട്ടത്തി അനിയനും കൂടി സന്തോഷമായിട്ടിരിക്കേ. മുന്തിരി മാത്രമല്ല, ബദാം പിസ്തയും കൂടി കൊണ്ടുവരാം, തിന്നോണ്ടിരിക്കേ. അതിനുശേഷം കപ്പലണ്ടിയും കൂടി പൊളിച്ചിട്ട്. എന്താ പറ്റിയത് അച്ഛാ? എന്താ കാര്യം? പട്ടിണി മാത്രമല്ല, നമുക്ക് ദരിദ്രമായിട്ട് ജീവിക്കാൻ പോലും കഴിയില്ല. ആ മദ്യ ഫാക്ടറിയുടെ പേപ്പറുകളൊക്കെ ഇല്ലേ, അതിപ്പോ ശരണിന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് നമ്മളൊക്കെ എന്നിട്ട് അമ്മായി, രാജ്യത്തിലൊക്കെ നടക്കാൻ പോകുന്നത് ഈ എനിക്കായിരിക്കാം. പക്ഷെ ഈ വീർഗഡിന്റെ മഹാറാണി എന്നും അമ്മായി ആയിരിക്കും. എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോഴേക്ക് ഈ ചുമതലകളൊക്കെ എനിക്ക് തരേണ്ട യാതൊരു കാര്യവുമില്ല. നിന്റെ ഈ പിടിവാശി മാറിയിട്ടേ ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷെ കുറേശ്ശെയായി നിന്റെ ചുമതല നീ ഏറ്റെടുത്തല്ലേ പറ്റൂ. ആദ്യം നീ ഈ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ഒന്ന് വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്യേ. അതാണ് ഏറ്റവും പ്രധാനം. വാങ്ങിച്ചോ. ശരി അമ്മായി. അമ്മായി, എങ്ങനെയോ നിങ്ങളുടെ ചുമതലയൊക്കെ എന്നെ അങ്ങ് ഏൽപ്പിച്ചു.
നീ എന്താ വിചാരിച്ചേ ഞാൻ അത്ര പെട്ടെന്ന് നിന്നെ വിട്ടുകളയുന്നോ? വിയർപ്പ് റോയൽ ആൾക്കാരെ പോലെ തന്നെ സാധാരണക്കാർക്കും ഉണ്ടാവാറുണ്ട്. ഒരു മിനിറ്റ്. നിന്നെ നാറ്റത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. നിക്ക്. നിന്റെ പെർഫ്യൂം പോലും നിന്നെപ്പോലെ തന്നെ വളരെ ചീപ്പാണ്. അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഇല്ലല്ലോ. ടിറ്റോ, ആ ഡ്രൈ ക്ലീൻ ചെയ്ത് നീ ഉപയോഗിച്ചോ? നീയല്ലേ പറഞ്ഞ നിനക്കൊരു പുതിയ ഷർട്ട് വേണമെന്ന്?